രാജ്യത്തിനായി ജീവത്യാഗം ചെയ്തവരെ സ്മരിച്ച് കൊച്ചിൻ കാർണിവലിന് തുടക്കമായി. കലയെയും വ്യത്യസ്ത സംസ്കാരങ്ങളെയും കോർത്തിണക്കി ഒരു പ്രദേശം രൂപപ്പെടുത്തിയെടുത്ത ആഘോഷത്തിന്റെ പേരാണ് കൊച്ചിൻ കാർണിവൽ. രാജ്യത്തിനായി ജീവത്യാഗം ചെയ്തവരാണ് എല്ലാ ആഘോഷങ്ങളുടെയും അടിത്തറ. 40 വർഷം ചരിത്രമുള്ള കൊച്ചിൻ കാർണിവലും അതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമാവുന്നില്ല. ഫോർട്ട് കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളി അങ്കണത്തിലെ യുദ്ധസ്മാരകത്തിൽ രാജ്യത്തിനായി ജീവത്യാഗം ചെയ്തവരെയും കുടുംബത്തെയും ആദരിച്ചുകൊണ്ട് ഈ വർഷത്തെ കൊച്ചിയുടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി. യുദ്ധസ്മാരകത്തിൽ മേയർ എം അനിൽകുമാർ, INS ദ്രോണാചാര്യ കമാൻഡിംഗ് ഓഫീസർ മാനവ് സെഹ്ഗാൾ, സബ് കലക്ടർ വിഷ്ണുരാജ്, എക്സ് സർവീസ് മെൻ സംഘടനാ പ്രതിനിധി കെ ശിവൻ തുടങ്ങിയവർ പുഷ്പചക്രം സമർപ്പിച്ചു. രാജ്യത്തിനുവേണ്ടി ജീവത്യാഗം ചെയ്തവരെ ഓർക്കാതെ കൊച്ചിൻ കാർണിവൽ ആഘോഷിക്കാനാവില്ലെന്ന് മേയർ എം അനിൽകുമാർ ചടങ്ങിൽ പറഞ്ഞു. നമ്മുടെ ആഘോഷങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ളവരെ ബഹുമാനിക്കാതെ തുടങ്ങുന്നത് ഒരു സംസ്കാര സമ്പന്നമായ ജനതയ്ക്ക് ഒരിക്കലും ഭൂഷണമായിരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ മുഴുവൻ കൊച്ചിക്കാരുടെയും തല, ഞങ്ങളുടെ ആഘോഷങ്ങൾ ഞങ്ങൾ ശിരസ് ഉയർത്തി 31-ാം തീയതി പപ്പാനിയെ കത്തിക്കുന്നത് വരെയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ ആഘോഷത്തിമിർപ്പിലാകുമെങ്കിലും ആ ആഘോഷങ്ങളെല്ലാം ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾ ഉള്ളതുകൊണ്ടാണ് എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി കൊച്ചി മേയർ ഒരിക്കൽ കൂടി നഗരത്തിന് വേണ്ടി കാർണിവൽ കമ്മിറ്റിയെ അഭിനന്ദിക്കുന്നു. ഇന്നു മുതൽ വർഷം അവസാനം വരെ ഫോർട്ട് കൊച്ചിയുടെ തെരുവുകളിൽ ആഘോഷങ്ങളുടെ അലയൊലികളുണ്ടാകും. ഈ ആഘോഷങ്ങൾക്ക് ധീര സൈനികരുടെ സ്മരണകൾ മാറ്റുകൂട്ടും. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.